രണ്ടാമത് 2 തെസ്സലോനിക്കർ 3:3. 2 തെസ്സലോനിക്കർ 3:3. കർത്താവ് വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. കർത്താവ് വിശ്വസ്തൻ. ആമേൻ. ഹല്ലേലൂയ. എതിൽ വിശ്വസ്തൻ? അവൻ നിങ്ങളെ ഉറപ്പിച്ച്, നിങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാവണ്ണം കാത്തുകൊള്ളുവാൻ, നിങ്ങളെ കാത്തുകൊള്ളുവാൻ എന്റെ ദൈവം വിശ്വസ്തൻ. അപ്പോസ്തല പ്രവൃത്തികൾ 17 അധ്യായം 25 വചനത്തിൻ പ്രകാരം സകല മനുഷ്യർക്കും ശ്വാസം നൽകുന്നത് എന്റെ ദൈവമാണ്. എബ്രായർ 2:14-15 പ്രകാരം സാത്താനോ മരണത്തിന്റെ അധികാരി. ദൈവം ജീവൻ നൽകുമ്പോൾ സാത്താൻ നൽകുന്നത് മരണമാണ്. വേദ പുസ്തകം നമ്മ പഠിപ്പിക്കുന്ന വെളിപ്പാട് പുസ്തകം 4 അധ്യായം 11 വചനത്തിൻ പ്രകാരം ദൈവം സർവത്തെയും സൃഷ്ടിച്ചവൻ. യോഹന്നാൻ 10:10 നമ്മ പഠിപ്പിക്കുന്ന സാത്താൻ സർവത്തെയും നശിപ്പിക്കുന്നവൻ. ആമേൻ. ഇതാണ് തമ്മിലുള്ള വിശ്വാസം, ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. 1950 അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ജർമ്മനിൽ ജനിച്ച യഹൂദനും അന്നത്തെ അമേരിക്കയിൽ സയന്റിസ്റ്റും നോബൽ പ്രൈസ് വിന്നറുമായ ആൽബർട്ട് ഐൻസ്റ്റീനെ കണ്ടുമുട്ടി. ആൽബർട്ട് ഐൻസ്റ്റീനെ കണ്ടുമുട്ടിയ ജവഹർലാൽ നെഹ്റു ഒരു ചോദ്യം ചോദിച്ചു. മിസ്റ്റർ ഐൻസ്റ്റീൻ, have you found meaning of your life? മിസ്റ്റർ ഐൻസ്റ്റീൻ, നിങ്ങളുടെ ജീവിതത്തിന്റെ അർത്ഥം നിങ്ങൾക്ക് പിടികിട്ടിയോ? ഉടനെ ഐൻസ്റ്റീൻ മറുപടി നൽകി, 2 അക്ഷരങ്ങൾ ചേർന്നുള്ള ഒറ്റ വാക്ക്, നോ. Have you found the meaning of your life? ഐൻസ്റ്റീൻ മറുപടി നൽകി, നോ. ജീവിതത്തിന്റെ അർത്ഥം കണ്ടുപിടിച്ചോ? ഇല്ല. ഇന്ന് പലരും ഈ റോട്ടിലാണ് ഓടുന്നത്. ജീവിതത്തിന്റെ അർത്ഥം കണ്ടുപിടിക്കാൻ കഴിയാതെ ഓടുന്നു. സ്വർഗത്തിലെ ദൈവം അരുളി ചെയ്യുന്ന, നിന്റെ ജീവിതത്തെ സംരക്ഷിച്ച് കുറ്റമറ്റതാക്കി എന്റെ വരവിങ്കൽ കാത്തുകൊള്ളുവാൻ ഞാൻ വിശ്വസ്തൻ. ദുഷ്ടന്റെ കയ്യിൽ നിന്ന് നിന്റെ ജീവിതത്തെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ 3 ഘടകങ്ങളുണ്ട്. ഉൽപ്പത്തി പുസ്തകം 2 അധ്യായം 7 വചനത്തിൻ പ്രകാരം, 2 കൊരിന്ത്യർ 4 അധ്യായം 16 പ്രകാരം, 1 തെസ്സലോനിക്കർ 5 അധ്യായം 23 പ്രകാരം, 2 കൊരിന്ത്യർ 4 അധ്യായം 16 പ്രകാരം. നമ്പർ 1 the body, ശരീരം. നമ്പർ 2 the soul, പ്രാണൻ, ദേഹി അല്ലെങ്കിൽ ജീവൻ. നമ്പർ 3 spirit, ആത്മാവ്. ശരീരം, പ്രാണൻ, ആത്മാവ്. ശരീരം, പ്രാണൻ, ആത്മാവ്. ദൈവം എത്തരത്തിൽ വിശ്വസ്തൻ? 1 തെസ്സലോനിക്കർ 5 അധ്യായം 23-24 ശ്രദ്ധിപ്പീൻ. 1 തെസ്സലോനിക്കർ 5:23-24. സമാധാനത്തിന് ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി അനന്യമായി കുറ്റമറ്റതായി ദുഷ്ടന്റെ കയ്യിൽ നിന്ന് വിടുവിച്ച് നിന്നെ സംരക്ഷിക്കുവാൻ, നിന്റെ ശരീരത്തെ സംരക്ഷിക്കുവാൻ, നിന്റെ ആത്മാവിനെ സംരക്ഷിക്കുവാൻ, ദൈവം നൽകിയ പൊക്കിഷമാം നിന്റെ പ്രാണനെ സംരക്ഷിക്കുവാൻ ക്രിസ്തു യേശു വിശ്വസ്തൻ.
നമ്പർ 1 ശരീരം. എന്താണ് ഈ ശരീരം? 2 കൊരിന്ത്യർ 5:1 അത് മനുഷ്യന്റെ ഭൗത ഭവനം, ഹൗസ് ഓഫ് സോൾ ആൻഡ് സ്പിരിറ്റ്. ഒരു മനുഷ്യൻ ഉണ്ടായിരിക്കുന്ന ദേഹിയുടെ ഭൗത ഭവനം, ആത്മാവിന്റെയും പ്രാണന്റെയും ഭൗത ഭവനം മനുഷ്യന്റെ ശരീരമാകുന്നു. 1 കൊരിന്ത്യർ 3:16 പ്രകാരം, 2 കൊരിന്ത്യർ 6:16 പ്രകാരം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. കൂടാരം എന്നുള്ള ശരീരം അഥവാ ഭൗത ഭവനം ദൈവത്തിന്റെ ആലയമാകുന്നു. ഹല്ലേലൂയ. നിന്റെ ശരീരം ദൈവത്തിന്റെ ആലയം. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 3:21 പ്രകാരം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. മനുഷ്യന്റെ ശരീരത്തിനും ദൈവത്തിന്റെ ശരീരത്തിനും വ്യത്യാസമുണ്ട്. മനുഷ്യന്റെ ശരീരം മരണത്തിനും മലിനത്തിനും രോഗത്തിനും പാപത്തിനും ജഡത്തിനും അടിമപ്പെട്ട ശരീരം. ദൈവത്തിന്റെ ശരീരമോ മഹത്വമേറിയ ശരീരം. മലിനത്തിനും മരണത്തിനും രോഗത്തിനും പാപത്തിനും അടക്കി വയ്ക്കുവാൻ കഴിയാത്ത മഹത്വമേറിയ ശരീരം. ആകയാൽ യോബ് എഴുതുന്നു, ഇത് ചതഞ്ഞി പോകുന്ന മൺപുര. ആമേൻ, ആമേൻ. യേശു കർത്താവിന്റെ ജനനത്തിന് 323 ആണ്ടുകൾക്ക് മുമ്പ് 33 വയസ്സിന് ഉള്ളിൽ യൂറോപ്യ ദേശമൊക്കെയും കൈയടക്കി ഇൻഡസ് വേലിയിലേക്ക് യാത്ര പുറപ്പെട്ട് ഇന്ത്യയെ ജയിക്കും എന്നുള്ള മഹാൻ അലക്സാണ്ടർ ദ ഗ്രേറ്റ് മരിച്ചപ്പോൾ ഒരു ശവപ്പെട്ടിയിലിട്ട് 2 കൈയും ഫ്രീ ആയി വെളിയിൽ കാണിച്ച് അയാളെ കൊണ്ട് അടക്കി. അതിന്റെ അർത്ഥം ദേശത്ത് ജയിച്ചവൻ പോകുന്നത് വെറും കൈയോടെയാണ്, അവൻ ഒന്നും കൊണ്ടുപോകുന്നില്ല. അതാണ് യോബ് ഭക്തൻ എഴുതുന്നു. യോബുവിൻ പുസ്തകം 4:19 മനുഷ്യന്റെ ശരീരം ചതഞ്ഞ് പോകുന്ന മൺപുര. ഹല്ലേലൂയ. ഈ ശരീരത്തിനൊരു പ്രത്യേകത ഉണ്ട്. സങ്കീർത്തനം 139:14 ഭയങ്കരവും അതിശയമായി എന്നെ സൃഷ്ടിച്ചിരിക്കുക. കരം ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഭയങ്കരവും അതിശയമായി എന്നെ സൃഷ്ടിച്ചിരിക്കുക. ഈ ശരീരത്തെ സൃഷ്ടിച്ചത് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന അതിശയമായി. ഹല്ലേലൂയ. ദൈവം നമ്മുടെ ശരീരത്തെ സൃഷ്ടിച്ചത് താൻ പാർക്കുന്ന ആലയമാകയാൽ പ്രാണനെയും ആത്മാവിനെയും കാത്തുകൊള്ളുന്ന ഭൗത ഭവനമാകയാൽ അതിശയവുമായി ദൈവം സൃഷ്ടിച്ചു. എപ്രകാരം ഈ ലോകത്തുള്ള സർവ അണ്ടസരാസരങ്ങള്, ജന്തുക്കള്, ജീവജന്തുക്കള്, ചെടി കൊടികള്, സമുദ്രത്തെ, സൂര്യന്, ചന്ദ്രന് ദൈവം സൃഷ്ടിച്ചത് തന്റെ വചനത്താൽ എങ്കിൽ മനുഷ്യനെ സൃഷ്ടിച്ചത് തന്റെ സ്വന്തം കരത്താൽ. അതാണ് അതിശയം, അതാണ് അതിശയം. രണ്ടാമത്, ഈ ലോകത്തുള്ള ഒന്നിനും തന്റെ പ്രതിമം, തന്റെ തേജസ് ദൈവം നൽകാതിരുന്നപ്പോൾ ഉൽപ്പത്തി 1:27 രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന തന്റെ സ്വരൂപം നമുക്ക് നൽകി, മനുഷ്യർക്ക് നൽകി. ആകയാൽ അതിശയമായി സൃഷ്ടിക്കപ്പെട്ടു. ആമേൻ, ഹല്ലേലൂയ. യു ആർ സോ വണ്ടർഫുൾ ബിഫോർ ഗാഡ്. കുറഞ്ഞ ജാതിയായിരിക്കാം, തോല് കറുപ്പായിരിക്കാം. കർത്താവ് പറയുന്ന, നിന്റെ ഈ കറുത്ത തോലയും ഞാൻ അതിശയമായിട്ടാണ് സൃഷ്ടിച്ചത്. ആമേൻ. എന്തിനായി? എന്തിനായി ഈ ശരീരം? എന്തിനായി പ്രിയമുള്ളവരെ? വേദ പുസ്തകം നമ്മ പഠിപ്പിക്കുന്ന 1 കൊരിന്ത്യർ 6:10 പ്രകാരം ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ആമേൻ. യേശുവിനെ മഹത്വപ്പെടുത്തുവാൻ ശരീരം.
രണ്ടാമത് 2 കൊരിന്ത്യർ 5:10 പ്രകാരം നന്മ ചെയ്യുവാൻ ഈ ശരീരത്തെ ഉപയോഗപ്പെടുത്തുക. പണ്ടൊരിക്കൽ ഒരു അർദ്ധരാത്രി ഞാൻ തമിഴ്നാട്ടിൽ കൺവെൻഷൻ പോയിട്ട് 12:30-1 മണി കഴിഞ്ഞു. എന്റെ വീട്ടിന്റെ മുമ്പിൽ ഒരു പുരുഷനും ഒരു സ്ത്രീയും നിൽക്കുന്നു. ഞങ്ങളുടെ വാഹനം കണ്ട ഉടൻ തന്നെ ഒപ്പാരി വെച്ച് കരയാൻ തുടങ്ങി. ഇന്ന് ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് വീട്ടിൽ ആരെയും കേറ്റാറില്ല. അന്ന് ഗേറ്റ് തുറന്ന് വിഷയം കേട്ട് പ്രാർത്ഥിച്ച് ആ സ്ത്രീയുടെ മുഖം, പല്ല് ഒന്നുമില്ല, പല്ല് എല്ലാം പോയി. മൂക്കിരിക്കേണ്ട സ്ഥലത്ത് ചെവി വന്നിരിക്കുന്നു, ചെവി ഇരിക്കേണ്ട സ്ഥലത്ത് മൂക്ക് പോയിരിക്കുന്നു. ഷേപ്പ് മാറി. എന്തു പറ്റി? അയാൾ പുഴു പോലെ നടുങ്ങിക്കൊണ്ട് പറഞ്ഞു, ബ്രദർ, ഊഞ്ഞാലെന്ന് വീണതാണ്. ഞാൻ ചോദിച്ച്, നിങ്ങളുടെ നാട്ടിൽ രാത്രിയാണോ ഊഞ്ഞാലാടുന്നത്? രാത്രി 12 മണിക്കാണോ ഊഞ്ഞാലാടുന്നത്? അപ്പോൾ സിസ്റ്റർ വണ്ടി വിട്ട് ഇറങ്ങി വന്നപ്പോൾ ഈ സ്ത്രീ പല്ലും പോയി മൂക്കും പോയി പിടിച്ചു നിന്നവൾ വാ തുറന്ന് നിലവിളിക്കാൻ തുടങ്ങി, അയ്യോ സിസ്റ്ററെ, ഈ മനുഷ്യൻ വലിയ ഒലക്ക കൊണ്ട് അടിച്ചതാണ്. നിങ്ങളുടെ ശരീരം മറ്റവർക്ക് നന്മ ചെയ്യുവാൻ. ആമേൻ. റഗ്ഗാലദം ധനദബ ലജഞ്ചന ഷഗാലദം ധനദബ ലജബ റബ 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 റഗ്ഗാലദം ധനദബ ലഞ്ചന ഷഗാലദം ധനദബ ലജബ. കൃപ 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 ദൈവ കൃപ ദൈവ കൃപ ദൈവ കൃപ ദൈവ കൃപ എല്ലാരിലും എല്ലാരിലും എല്ലാ ആത്മബലത്താലെ കോട്ടകൾ തകർത്തിടും രോഗം വീടും യേശുനാമത്തിൽ ഇനി ശോകമില്ല ജയം നാമകാവകാശമേ ഇനി ശോകമില്ല ജയം നാമകാവകാശമേ. ശരീരം ഉൽപ്പത്തി 3:19 നമ്മ പഠിപ്പിക്കുന്നു. മരിച്ചു കഴിഞ്ഞാൽ ഈ ശരീരം, മണ്ണിൽ നെടുക്കപ്പെട്ട ശരീരം വീണ്ടും മണ്ണിലേക്ക് പോകുന്നു. സഭാപ്രസംഗി 12:9 പ്രകാരം മനുഷ്യന്റെ ആത്മാവിനെ അയച്ച ദൈവത്തിന്റെ അടുക്കൽ പോകുന്നു. മനുഷ്യന്റെ പ്രാണൻ 2 തരത്തിലാകുന്നു. ക്രിസ്തീയ പൈതലിന്റെ പ്രാണൻ, ക്രിസ്തുവിന്റെ ശിഷ്യനായി ജനിച്ചവൻ നീതിമാന്റെ പ്രാണൻ. ഫിലിപ്പിയർ 1:23 പ്രകാരം യേശുവോട് ചേരുമ്പോൾ ദുഷ്ടന്റെ പ്രാണൻ. ലൂക്കോസ് 16 അധ്യായത്തിൻ പ്രകാരം നരകത്തിലേക്ക് പോകുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, മകനെ മകളെ, ഈ ശരീരം ആത്മാവ് പ്രാണൻ, ഇതിൽ കുറ്റമും ബ്ലമിഷും മലിനമും രോഗമും കലർക്കാതെ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഒരു ആത്മീയ ജീവിതത്തിൽ, ഒരു ആത്മീയന്റെ ജീവിതത്തിൽ എന്നും യുദ്ധമാണ്. പക്ഷേ ജയത്തെ നോക്കിയുള്ള യുദ്ധം, പരാജയത്തെ നോക്കിയുള്ള യുദ്ധമല്ല. ആമേൻ. ശരീരത്തിലൊരു യുദ്ധമുണ്ട്. ഒരു ഭാഗത്തിൽ ദുഷ്ടൻ പിശാസ് ദൈവമക്കളുടെ ശരീരത്തിൽ രോഗമും പാപമും കൊണ്ട് നിറയ്ക്കുമ്പോൾ, മറുഭാഗത്തിൽ കർത്താവ് സകല ദുഷ്ടതയിൽ നിന്ന് നമ്മുടെ ശരീരത്തെ കാത്തുകൊള്ളും. ഒരു ഭാഗത്തിൽ ആത്മാവിൽ ദുഷ്ടൻ വികാരങ്ങൾ, ദുഃഖം, പരാജയം, നെടുവീർപ്പ്, ഞരക്കം, കോപം എന്നുള്ള സ്വഭാവം ആത്മാവിനെ പിടിച്ചലയ്ക്കുമ്പോൾ ദൈവം അവിടെ കരം നീട്ടി അനുഗ്രഹിക്കും. ആമേൻ. കഴിഞ്ഞ വർഷം ഇവിടെ ഇങ്ങനെ ആരാധന നടക്കുമ്പോൾ എല്ലാ കസേരയും ഫുള്ളാണ്. തിരുവനന്തപുരം പട്ടണത്തിൽ നിന്നൊരു കുടുംബം, ഒരു അമ്മ കടന്നു വന്ന് അവർക്ക് താഴെ ഇരിക്കാൻ പറ്റത്തില്ല.
എല്ലാ കസേരയും നോക്കി എല്ലാം ഫുള്ളാണ്. പക്ഷെ ആരാധനയിലും പങ്കെടുക്കണം. ഈ മതിലിൽ പോയി 1.5 മണിക്കൂറും ചാരി നിന്ന് എന്റെ പ്രസംഗം കേട്ട് ഇരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഈ വേദിയിൽ നിന്നുകൊണ്ട് എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ആത്മാവിൽ ഒന്ന് നൊന്ത്, ദൈവമേ, ഒരു കസേര കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അമ്മച്ചിക്ക് ഇരിക്കാമായിരുന്നല്ലോ എന്ന് ചിന്തിച്ചതേ ഉള്ളു. കൂട്ടം കഴിഞ്ഞ് കഴിവൂർ പ്രദേശത്തിൽ നിന്ന് ഒരാൾ കൈ നിറച്ച് പണം എന്റെ കയ്യിൽ തന്നിട്ട് ഞാൻ ചോദിച്ചു, എന്തിനായി? ഇഷ്ടംപോലെ കസേര വാങ്ങിക്കൊണ്ടത്. അങ്ങനെയാണ് ആ 300 പ്ലാസ്റ്റിക് കസേര നാം വാങ്ങിച്ചത്. ആത്മാവ് നോവുമ്പോൾ ദൈവം പുഷ്ടിക്കൊണ്ട് നിറയ്ക്കണം. 60 അമ്മമാർ, വിധവമാർ സഹായിക്കാൻ അപേക്ഷ കൊടുത്ത് അതിന് ചെലവുണ്ട്. കഴിഞ്ഞ ആഴ്ചകളിൽ ഞെരുക്കമായിരുന്നു. ഇവർക്ക് എന്തെങ്കിലും കൊടുത്ത് സഹായിക്കണമല്ലോ എന്ന് നരക്കമായിരുന്നപ്പോൾ ചെന്നൈ പട്ടണത്തിൽ നിന്ന് എനിക്കൊരു രജിസ്റ്റർഡ് തപാൽ കിട്ടി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഡോക്ടർ പാൽ തിനക്കരൻ ഒരു 25,000 രൂപയുടെ DD-യും ലെറ്ററും എനിക്ക് അയച്ചു തന്നു. അദ്ദേഹം ആ കത്തിൽ എഴുതുന്ന, നിങ്ങൾക്ക് പണം ആവശ്യമെന്ന് ദൈവം എന്നോട് സംസാരിച്ചു. ഹൗ ഗ്രേറ്റ് മൈ ഗാഡ്! തന്റെ പൈതൽ നിരാശയിൽ, കഷ്ടതയിൽ, ദുഃഖത്തിൽ അവസാനിക്കുവാൻ എന്റെ ദൈവം ആഗ്രഹിക്കുന്നേയില്ല. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന യോബിന്റെ ശരീരത്തെ രോഗം കൊണ്ട് തകർത്ത്, അവന്റെ കുടുംബ ജീവിതത്തെ തകർത്ത്, അവന് ലഭിച്ചിരുന്ന മാനം സൈത്താൻ തകർത്ത്, അവന്റെ ജീവനെ കെണിവൊരുക്കിയപ്പോൾ യോബിന്റെ പുസ്തകം 2-7 വചനത്തിൽ കർത്താവ് അരുളി ചെയ്യുന്ന, ടച്ച് നോട്ട് ഹിസ് ലൈഫ്, അവന്റെ ജീവനെ മാത്രം ഈ തുടരുത്. വാഗ്ദത്തം നിവൃത്തിയാക്കുവാൻ എന്റെ ദൈവം വിശ്വസ്തൻ. നമ്മുടെ ശരീരം, നമ്മുടെ ആത്മാവ്, പ്രാണൻ കുറ്റമറ്റതായി കാത്തുകൊള്ളുവാൻ എന്റെ ദൈവം വിശ്വസ്തൻ. അവസാനം ശ്രദ്ധിപ്പിൻ, എബ്രായർ 2:17. അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തില് വിശ്വസ്ത മഹാപുരോഹിതനും. മതി. ക്രിസ്തു യേശു ദൈവകാര്യത്തിൽ വിശ്വസ്തൻ. ആമേൻ. വാഗ്ദത്തം നിവർത്തിപ്പാൻ വിശ്വസ്തൻ. നമ്മുടെ ഹോൾ ജീവന്, ശരീരം, ആത്മാവ്, പ്രാണന് കുറ്റമറ്റതായി കാത്തുകൊള്ളുവാൻ ദൈവം വിശ്വസ്തൻ. ഇവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന സകല മാനവരാശിയുടെയും പ്രായശ്ചിത്തമായി തന്നെ യാഗമായി അർപ്പിക്കുന്നതിൽ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന ദൈവകാര്യത്തിൽ അവൻ വിശ്വസ്തൻ. നാം ദൈവകാര്യം ഒഴികെ മറ്റെല്ലാത്തിലും വിശ്വസ്തരാണ്. മാറിക്കൊള്ളുക. Be faithful, my brother and sister, pertaining to godly things. ദൈവ കാര്യങ്ങളിൽ വിശ്വസ്തരായിരിക്കുക. യേശു കർത്താവ് ദൈവത്തിന്റെ കാര്യങ്ങൾ വിശ്വസ്തനായിരുന്നു. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന ഐസയ 53-ാം അധ്യായത്തിൽ യേശു കർത്താവിന്റെ ജനനത്തിന് 750 ആണ്ടുകൾക്ക് മുമ്പ് കർത്താവ് ക്രൂസിൽ സഹിച്ച കഷ്ടത, നിന്ദ മുൻകൂട്ടി പ്രവചിക്കുന്ന ഐസയ പ്രവാചകൻ. ഐസയ 53:7 വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന, അവൻ വാ തുറക്കാതിരുന്നിട്ടും കർത്താവ് പീഡിപ്പിക്കപ്പെട്ട് കഷ്ടത. അതാണ് വിശ്വസ്തത. അവൻ വാ തുറക്കാതിരുന്നിട്ടും യേശു കർത്താവ് പീഡിപ്പിക്കപ്പെട്ട് നമ്മുടെ സകലുടെയും പാപം ദൈവം അവന്റെ തലമേൽ ചാർത്തി. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന
53 മൂന്നാം വചനത്തിൽ അവൻ വിസനപാത്രമായി. ആമേൻ. 10,000 അതിസുന്ദരൻ, സർവശക്തൻ, സർവവ്യാപി, സർവജ്ഞാനി, സർവത്തെയും സൃഷ്ടിച്ചവൻ, സദാ ജീവിച്ചിരിക്കുന്നവൻ, അഗ്നിയെ ദഹിപ്പിക്കുന്ന അഗ്നിയാം ദൈവം അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഒരു സെക്കൻഡ് അവൻ വിസനപാത്രമായി. Full of man, full of sorrow, ദുഃഖം. അവനെ കൊണ്ട് കഴിക്കാൻ പറ്റാതെ, ക്ഷമിക്കാൻ പറ്റാതെ, താങ്ങാൻ പറ്റാതെ കഷ്ടത. കുരിശിൽ കിടന്ന് യേശു കർത്താവ് നിലവിളിക്കുന്ന ലൂക്കോസ് 22:42 പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. കഷ്ടതയുടെ അങ്ങേ അറ്റം സഹിക്കാൻ പറ്റാത്ത കർത്താവ് നിലവിളിക്കുന്ന, ദൈവ കാര്യങ്ങൾ വിശ്വസ്തനെന്ന് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന യേശു നിലവിളിക്കുന്ന ഈ ദുഃഖത്തിന്റെ ഭാരപാത്രം എന്നെ ഒഴിവാക്കണമേ അപ്പാ. I cannot bear. അടുത്ത സെക്കൻഡിൽ കർത്താവിന്റെ പ്രാർത്ഥനയുടെ വാക്കുകൾ മാറി. കാരണം കഷ്ടത സഹിക്കുന്നതിൽ എന്നെ വിശ്വസ്തനായിരിക്കാൻ ദൈവം കണ്ടിരിക്കുന്നു. കഷ്ടത മാറിപ്പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയില്ല. എങ്കിലും എന്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം നടക്കട്ടെ. That is faithfulness. അതാണ് വിശ്വസ്തത. ദൈവ കാര്യങ്ങളിൽ വിശ്വസ്തത. ജനത്തിന്റെ പാപമോചനത്തിനായി തന്നെ കഷ്ടപ്പെടുത്തി തകർക്കപ്പെട്ട് ദൈവത്തിന്റെ ഇഷ്ടം നിവൃത്തിയാക്കുന്നതിൽ 53:10 രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ക്രിസ്തുവിനെ തകർത്ത് കളയുവാൻ പിതാവിന് ഇഷ്ടം തോന്നി. ആ ഇഷ്ടമാണ് യോഹന്നാൻ 4:34 യേശു കർത്താവ് അരുളി ചെയ്യുന്ന എന്റെ ആഹാരം. ആമേൻ. അതാണ് ദൈവ കാര്യങ്ങൾ വിശ്വസ്തൻ. അവൻ സഹിച്ച കഷ്ടത, അവൻ ചുമന്ന കഷ്ടപ്പാട് ക്രിസ്തുവിൽ. നമ്പർ 1, വോളണ്ടിയറി സഫറിംഗ്. തന്നെ താൻ സ്വയമായി ഏൽപ്പിച്ചു കൊടുത്ത് കഷ്ടത സഹിച്ചു. ആരെങ്കിലും പിടിച്ച് തള്ളിയതല്ല ക്രൂശിൽ. അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന യോഹന്നാൻ സുവിശേഷം 10:18 ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു, എന്റെ ആത്മാവിനെ കൊടുക്കുന്നു. ഞാൻ തന്നെ I myself lay it down. എന്റെ ആത്മാവിന് ആരെങ്കിലും ഒന്ന് അപഹരിച്ചു പോയിട്ടല്ല, ഞാൻ തന്നെ കൊടുക്കുന്നു. ഫുള്ളി വോളണ്ടിയർ ബേസിസ്. ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നു. തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത് യേശു കർത്താവ് കഷ്ടത സഹിച്ച്. രണ്ടാമത് വിസിബിൾ സഫറിംഗ്. ആരും കാണാതെ കഷ്ടപ്പെട്ടതല്ല, ആരും കാണാതെ ക്രൂശിൽ തറച്ചത് അല്ല. സകല മനുഷ്യരും സദസ്യന്മാരും പരിശന്മാരും യേശു കർത്താവിന് ഒരു കള്ളനെ പോലെ ഫിലാത്തോസിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തി. ഫിലാത്തോസ് വിചാരണ നടത്തിയിട്ട് യേശുവിന് ഹീറോദാവിന്റെ അടുക്കൽ അയച്ചു. ഹീറോദാവും ഒരു നാൾ പൂർണ്ണമായി യേശുവിനെ വിചാരണ നടത്തിയിട്ട് ഇവനിൽ കുറ്റമൊന്നും ഞാൻ കാണുന്നില്ല, വീണ്ടും ഫിലാത്തോസിന്റെ അടുക്കൽ അയച്ചു. ജനം ഫിലാത്തോസിന്റെ അടുക്കൽ കൊണ്ടുപോയി ഒരു തെരുനായെപ്പോലെ കെട്ടിയിളുത്ത് ഹീറോദാവിന്റെ അടുക്കൽ കൊണ്ടുപോയി. അവിടെ നിന്നൊരു നായെപ്പോലെ കെട്ടിയിളുത്ത് എന്റെ അപ്പനെ ഫിലാത്തോസിന്റെ അടുക്കൽ കൊണ്ടുപോയി. ലൂക്കോസ് സുവിശേഷകൻ എഴുതുന്നു 23:34 രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഇത് ഒക്കെയും ജനം കണ്ടുനിന്ന്. പീപ്പിൾ saw it. ഇത് ഒക്കെയും ജനം കണ്ടുനിന്ന്. വിസിബിൾ സഫറിംഗ്. എല്ലാരും കാണേ അവൻ അനുഭവിച്ച കഷ്ടത. മൂന്നാമത് വിക്കാരിയസ് സഫറിംഗ്. മറ്റവർക്കായി അനുഭവിച്ച കഷ്ടത.
നാം എല്ലാവരും സ്വന്തം കാര്യം നോക്കുവാൻ മിടുക്കന്മാരാണ്. അവനവന്റെ കാര്യം. പണ്ട് ഞാൻ പുരവിമല കൺവെൻഷന് പോകുമ്പോൾ അമ്പൂരി വഴിയാണ് പോകുന്നത്. വൈകുന്നേരം 7 മണിയോട് അടുത്തായി. അമ്പൂരി കഴിഞ്ഞിട്ട് എനിക്ക് ഒരു തിക്കും എല്ലാം വിട്ട്, ഡയറക്ഷനൊക്കെ വിട്ട്, എങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞുകൂടാ. എവിടെയും കാടും മലയും അന്ധകാരം. അങ്ങനെ പോകുമ്പോൾ ഒരു അപ്പൂപ്പൻ വീടിയും വലിച്ചിട്ട് ആ വീടിയുടെ പ്രകാശത്തിൽ അവിടെ ഒരു മനുഷ്യൻ പോകുന്നത് അറിഞ്ഞു. വണ്ടിയെ അവിടെ പാർക്ക് ചെയ്തിട്ട് ചോദിച്ച്, പുരവിമലയ്ക്ക് പോകണം. പുരവിമലയ്ക്കാണോ പോകുന്നത്? ഞാനും അങ്ങോട്ട് തന്നെ. പെട്ടെന്ന് ചാടി വണ്ടിയിൽ കയറി. ഒരു 2 കിലോമീറ്റർ പോയി കാണും. ഇയാൾ നിലവിളിക്കാൻ തുടങ്ങി, നിർത്തണം നിർത്തണം നിർത്തണം. ഞാൻ ചോദിച്ചു, പുരവിമല എത്തിയോ? ഞാൻ ഇറങ്ങേണ്ട സ്ഥലം എത്തി. അയാൾ ഇറങ്ങി അവന്റെ പാട്ടിൽ പോയി. അവനവന്റെ കാര്യം നോക്കുവാൻ മനുഷ്യർ സമർത്ഥർ. ഇവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന യേശു കർത്താവ് മറ്റവർക്കായി കഷ്ടം സഹിച്ചു. വിക്കാരിയസ് സഫറിംഗ്. മറ്റവർക്കായി കഷ്ടം സഹിച്ച് താൻ വിശ്വസ്തൻ, ദൈവ കാര്യത്തിൽ വിശ്വസ്തൻ എന്ന് വെളിപ്പെടുത്തി. ദൈവം വിശ്വസ്തൻ. വിശ്വസ്തൻ. ആങ്കോട് ദേശത്തിൽ നിന്ന് സാധുക്കളായ 2 പേർ കഴിഞ്ഞ ഉപവാസപ്രാർത്ഥനയിൽ സാക്ഷി പറഞ്ഞ് നിങ്ങൾ കേട്ടതാണ്. 14 വർഷം മക്കളില്ലാതെ ഡോക്ടർമാർ വിധി എഴുതി നിങ്ങൾക്ക് മക്കളെ കിട്ടുകയില്ല. കണ്ണുനീരോട് യേശുവിന്റെ സന്നദ്ധിയിൽ വന്നിരുന്ന് കരഞ്ഞ്, അവരുടെ കരച്ചലിന്റെ ധ്വനി ദൈവം എന്നെ കേൾപ്പിച്ചു. നിങ്ങൾ 10,000 പേരായിരിക്കാം. ഓരോരുത്തരുടെയും നെഞ്ചു തുടിപ്പ്, പ്രാർത്ഥന വിഷയം ദൈവാത്മാവ് വ്യാഖ്യാനിച്ച് നൽകും. ദൈവാത്മാവ് ഗ്രഹിച്ച് നൽകാം. കർത്താവ് ആളുകൾ ഇരിക്കുന്ന സ്ഥലം നോക്കി കൈ കാണിച്ചിട്ട് പറഞ്ഞ്, അടുത്ത വർഷം വരുമ്പോ നീ ഒരു ആൺമകനുമായി വന്ന് സാക്ഷി പറയുന്നത് ഞാൻ കാണുന്നു. ആ സെക്കൻഡിൽ കർത്താവ് മകളെ തൊട്ട് മകനെ നൽകി. 8-ാം മാസമായപ്പോൾ, ഡെലിവറിക്ക് സമയമായപ്പോൾ ഡോക്ടർമാർ സ്കാൻ എടുത്തിട്ട് പറഞ്ഞ് കുഞ്ഞിൽ ജീവനില്ല. ഒരു മാംസപിണ്ഡമാണ് നിങ്ങളുടെ വയറ്റിൽ കിടക്കുന്നത്. ഫോണിൽ കൂടി പ്രാർത്ഥനയ്ക്ക് ആവശ്യപ്പെട്ട് കർത്താവിന്റെ ദാസി പ്രാർത്ഥിച്ച സെക്കൻഡിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ ജീവൻ ആ മാംസപിണ്ഡത്തിൽ ജീവൻ കൊണ്ട് നിറച്ച്, ആ സാക്ഷ്യം ടിവിയിൽ കൂടി നിങ്ങൾ കേട്ടതാണ്. പ്രാർത്ഥന കേൾക്കുന്നതിലും എന്റെ ദൈവം വിശ്വസ്തൻ തന്നെ. എഴുന്നേൽക്കാം. സ്തോത്രം, സ്തോത്രം. വാ തുറന്ന് ദൈവത്തെ സ്തുതിക്കാം. ദൈവ മക്കൾക്ക് റെസ്റ്റ് ഇല്ല, സ്തുതിയിൽ റെസ്റ്റ് ഇല്ല. കൈ ഉയർത്തി കരം തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ എല്ലാവരും. എല്ലാവരും എല്ലാവരും എല്ലാവരും. അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുതു ശക്തി, പുതു ശക്തി, പുതു ശക്തി, പുതു ശക്തി എല്ലാരിലും, 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 എല്ലാരിലും. അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു. അഭിഷേക തീ വ്യാപരിക്കുന്നു, അഭിഷേക അഗ്നി വ്യാപരിക്കുന്നു. എല്ലാരിലും, എല്ലാരിലും. വാ തുറക്കുക, ഉള്ളു തുറക്കുക, ഹൃദയം തുറക്കുക, ഹൃദയം തുറക്കുക. ആരും കണ്ണുകൾ തുറന്ന് അലസതയോട് നിൽക്കരുത്. കണ്ണുകൾ അടച്ച് ഹൃദയം തുറന്ന് നിലവിളിക്കുക, പൊട്ടിക്കരയുക. അഗ്നി വ്യാപരിക്കുന്നു. കഠിന ഹൃദയം കർത്താവിന് ഏൽപ്പിച്ചു കൊടുക്ക. കഠിന ഹൃദയം കർത്താവിന് ഏൽപ്പിച്ചു കൊടുക്ക. കഠിന ഹൃദയം യേശുവിന് ഏൽപ്പിച്ചു കൊടുക്ക.
പുതു ശക്തി വ്യാപരിക്കുന്നു, പുതു ശക്തി വ്യാപരിക്കുന്നു, പുതു ശക്തി വ്യാപരിക്കുന്നു, പുതു ശക്തി വ്യാപരിക്കുന്നു, പുതു ശക്തി വ്യാപരിക്കുന്നു. എല്ലാരിലും വാ തുറക്ക. വാ അടച്ച് നിൽക്കരുത്, മറന്ന് വാ അടച്ച് നിൽക്കരുത്. വാ തുറന്ന് യേശുവേ യേശുവേ എന്ന് നിലവിളിച്ചാട്ടെ. യേശുവേ ദാവീദ് പുത്ര, യേശുവേ ദാവീദ് പുത്ര, യേശുവേ നിലവിളിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ നിലവിളിക്ക് മറുപടി നൽകുവാൻ യേശു കർത്താവ് ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ. അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു. അഭിഷേക തീ വ്യാപരിക്കുന്നു, അഭിഷേക തീ വ്യാപരിക്കുന്നു. എല്ലാരിലും 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 ദിവ്യ ശക്തി, ദിവ്യ ശക്തി, ദിവ്യ ശക്തി, ദിവ്യ ശക്തി. ഹല്ലേലൂയ. സ്തുതിച്ചാട്ടെ, ദൈവ പൈതൽ സ്തുതിച്ചാട്ടെ, ദൈവ പൈതൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ, ദൈവ പൈതൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. തീ 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 തീ. അഗ്നി അഗ്നി അഗ്നി. അഭിഷേക തീ, അഭിഷേക തീ, അഭിഷേക തീ, അഭിഷേക തീ. എല്ലാരിലും 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 എല്ലാരിലും. ആമേൻ, 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 ആമേൻ. കൃപ 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 കൃപ. രോഗസൗഖ്യം നൽകുന്ന കർത്താവിന്റെ കരം നിങ്ങൾ വ്യാപരിക്കുന്നു. ആദ്യം വീട്ടിൽ രോഗികളായി, ആസ്പത്രിയിൽ രോഗികളായി കിടക്കുന്നവർ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ കരം ഉയർത്തിക്കൊള്ളുക. ആമേൻ. അപ്പാ, ഈ കുഞ്ഞുങ്ങളോട് മനസ്സലിയണമേ, ഈ കുഞ്ഞുങ്ങളോട് മനസ്സലിയണമേ. അപ്പാ, മരണ കിടക്കയെ മാറ്റിവിരിക്കണമേ രാജ. മരണ കിടക്കയെ നാളേക്കല്ല, ഇന്ന് ഇപ്പോൾ മാറ്റിവിരിക്കണമേ. അഗ്നി വ്യാപരിക്കുന്നു. രോഗികൾ ആയിരിക്കുന്ന സ്ഥലത്തിൽ ദൈവത്തിന്റെ ദിവ്യ ശക്തി വ്യാപരിച്ച് മരണ കിടക്കയെ മാറ്റിവിരിക്കുന്ന ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. രോഗികളെ തൊട്ട് സൗഖ്യമാക്കുന്നു, രോഗികളെ തൊട്ട് സൗഖ്യമാക്കുന്നു. ചെസ്റ്റിൽ ക്യാൻസറുമായി നിലവിളിക്കുന്ന 2 സഹോദരിമാര് യേശു തൊട്ട് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. റിസീവ് യുവർ ഹീലിംഗ്, റിസീവ് യുവർ ഹീലിംഗ്, റിസീവ് യുവർ ഹീലിംഗ്. ബ്ലീഡിംഗ് മുഖാന്തരം നിലവിളിക്കുന്ന 6 വ്യക്തികളെ കർത്താവ് തൊടുന്നു. ഇപ്പോൾ സൗഖ്യം, ഹീലിംഗ്, ഗോഡ്സ് ഹീലിംഗ്. ആമേൻ. മാന്ത്രിക കെട്ടുകളിൽ വലയുന്ന വത്സലൻ, യേശു നിങ്ങളെ മോചിക്കുന്നു. മാന്ത്രിക ബന്ധനത്തിൽ വലയുന്ന 20 കുടുംബങ്ങളെ കർത്താവ് ഈ സെക്കൻഡിൽ മോചിക്കുന്നു. ആമേൻ. നിനക്കെതിരായി മാന്ത്രികം പ്രയോഗിച്ച വ്യക്തി അത് മടങ്ങിച്ചെന്ന് ആക്രമിക്കുന്നു. അഗ്നി 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 അഗ്നി. സ്വാതന്ത്ര്യം പ്രാപിക്കുക. ദൈവജനം ദൈവത്തിൽ ശരണപ്പെട്ട് സ്വാതന്ത്ര്യം പ്രാപിക്കുക. ആത്മാവിൽ നിറയുക, ആത്മാവിൽ നിറഞ്ഞ് രാജാവിനെ മഹത്വപ്പെടുത്തുക. അഗ്നി. നീ കൊണ്ടുവന്ന രോഗം കർത്താവ് നിന്നെ തൊട്ട് സൗഖ്യം 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 നൽകുന്നു. തീ തീ. ഹല്ലേലൂയ. അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു. ആമേൻ. 24 വർഷത്തോളം ഒരു തലമുറയ്ക്കായി കഞ്ചി കേവണ്ണ 2 കുടുംബങ്ങളെ ഈ കൂട്ടായ്മയിൽ കർത്താവ് കണ്ടിട തൊട്ട് അനുഗ്രഹിക്കുന്നു. ടീ 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 ടീ. സിസ്റ്റർ, വാ തുറന്ന് ദൈവത്തെ സ്തുതിക്ക, വാ തുറന്ന് ദൈവത്തെ സ്തുതിക്ക. അഗ്നിയിൽ നിറയുക, അഗ്നിയിൽ നിറയുക, കൃപയിൽ നിറയുക, ദൈവ കൃപയിൽ നിറയുക, ദൈവ കൃപയിൽ നിറയുക, അഗ്നിയിൽ നിറയുക.
ആഗ്രഹം സാധിപ്പിച്ചു തരുന്നവൻ, പ്രാർത്ഥന കേൾക്കുന്ന വിശ്വസ്തൻ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. നിന്റെ ആഗ്രഹം ദൈവസന്നിധിയിൽ പകരുക. നിന്റെ ആഗ്രഹം ദൈവ പൈതലെ ദൈവസന്നിധിയിൽ പകരുക. പവർ പവർ പവർ. ആത്മാവിൽ നിറയുക, ആത്മാവിൽ നിറയുക. കൃപ വരങ്ങൾ നിങ്ങൾ നിറയ്ക്കുന്ന കർത്താവ്, നിങ്ങൾ നിറയ്ക്കുന്ന കർത്താവ്. ആമേൻ 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 ആമേൻ. അഗ്നി അഗ്നി അഗ്നി. My master has come to heal you. My Lord has come to touch you. My Lord has come to bless you. നിന്നെ അനുഗ്രഹിക്കുവാൻ നാഥൻ കടന്നു വന്നിട്ടുണ്ട്. നിന്നെ സൗഖ്യമാക്കുവാൻ നാഥൻ കടന്നു വന്നിട്ടുണ്ട്. നിനക്ക് മോചനം തരുവാൻ നാഥൻ കടന്നു വന്നിട്ടുണ്ട്. ടീ 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 ടീ. മനോഹര മാഷിയാനിൽ ഞാൻ വേഗം ചേർന്നിടും. എൻ ക്ലേശമാകിൽ നീങ്ങിപ്പോ വീട് എത്തുമ്പോൾ നിത്യമാം സന്തോഷം പ്രാപിക്കും. അന്ന് ഞാൻ നിത്യമാം സന്തോഷം പ്രാപിക്കും. അന്ന് ഞാൻ എൻ ശത്രു വീണടും എടുപ്പാൻ പാടില്ല. എൻ ശത്രു വീണടും എടുപ്പാൻ പാടില്ല. ആനന്ദം കൂടിടും പാടിടും. ആനന്ദം കൂടിടും സാനന്ദം പാടിടും. ശ്രീയേശു രാജൻ മുമ്പാകെ, യേശു രാജൻ മുമ്പാകെ കുഞ്ഞാട്ടിൻ തീരു രേട്ട ഞാൻ ശുദ്ധനായി തീർന്നു. താൻ ചാങ്കിലെ ശുദ്ധ രേട്ട ഞാൻ ജയ പാടി മഹത്വം രക്ഷക സ്തുതിനി ലക്കുന്നു. മഹത്വം രക്ഷക സ്തുതിനി. ആമേൻ ആമേൻ. അഗ്നി 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 അഗ്നി. മദ്യപാന കെട്ടുകളിൽ നിന്ന്, ലഹരികളിൽ നിന്ന് വിടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ കരമുയർത്തിക്കൊള്ളുക. യേശുവേ തൊടണമേ, യേശുവേ തൊടണമേ. ഇവിടെ ഭവനങ്ങളെ ശുദ്ധീകരിക്കണമേ, വ്യക്തികളെ ശുദ്ധീകരിക്കണമേ, പൂർണ്ണ മനുഷ്യരെ ശുദ്ധീകരിക്കണമേ. കള്ള് മാഞ്ഞിപ്പോകട്ടെ, ചാര മാഞ്ഞിപ്പോകട്ടെ, ഒരു വിശുദ്ധനായി മാറ്റണമേ. അഗ്നി വ്യാപരിക്കുന്ന, അഗ്നി വ്യാപരിക്കുന്ന എല്ലാരിലും 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 എല്ലാരിലും. ആമേൻ ആമേൻ. ഹല്ലേലൂയ. ജനകനുടെ വല്ലമർന്നു നീ ഞങ്ങൾക്കായി ദിനം പ്രതി പക്ഷവാദം ചെയ്തു ജീവിച്ചിടുന്ന, ദിനം പ്രതി പക്ഷവാദം ചെയ്തു ജീവിച്ചിടുന്ന നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നീയല്ലോ പൂവിൽ ആഗ്രഹിപ്പ ആരുമേ. നീയെല്ലാം പൂവിൽ ആഗ്രഹിപ്പ ആരുമേ. നീയല്ലോ അഗ്നി 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 നിറച്ചതിനായി സ്തോത്രം.
മാനമകട്ടം എടുത്തുകൊള്ളണം. ഇരിക്കാം. വിലാസം: മിനിസ്ട്രി ഓഫ് ജീസസ്, പ്രയർ ഗാർഡൻസ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, പോസ്റ്റ് നമ്പർ 20, നെയ്യാറ്റിൻകര, തിരുവനന്തപുരം 695121. ഫോൺ നമ്പർ 0471222010.